അത് തന്നെ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറില്ലേ കടയുടെ പ്രൊമോഷൻ ചെയ്യണമെന്ന്. അപ്പോൾ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. പോവാന്ന് പറ. എങ്ങോട്ടാ? അമ്മായിയുടെ വീട്ടിൽ പോവാ. എങ്ങനെയാ പോണേ? ഇക്കക്കായോ? ഇക്കക്ക സ്കൂളിൽ പോയില്ലേ? നമ്മളെങ്ങനെ ഏത് വണ്ടിയിലാ പോണേ? ആ ഏത് വണ്ടിയിലാ പോണേ? അത്തച്ചി ഏത് വണ്ടിയിലാ വരുന്നേ? ഓട്ടോ. ആ പാപ്പ കളിച്ചോട്ടാ. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താ പറയുക, പതിവ് പോലെ റമദാൻ വ്ലോഗ് തന്നെയാണ്. ഇപ്പോൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നേ ഉള്ളൂ. 3:30 ആയപ്പോൾ അലാറം വെച്ചു. 3:45 ആയപ്പോഴാണ് എഴുന്നേറ്റത്. ഇന്ന് പിന്നെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റാലും കുഴപ്പമില്ല. കാരണം ഇന്നലത്തെ ഫുഡൊക്കെ ഇരിപ്പുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടാക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. പിന്നെ ഉമ്മച്ചി ഇപ്പോൾ വന്ന് വിളിച്ചിട്ട് പോയതാട്ടോ. ഉമ്മച്ചി കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. കുട്ടികൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പം എന്താ, നമുക്കൊന്ന് കിച്ചണിലേക്ക് പോയി നോക്കാം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഉമ്മച്ചി ഇടിയപ്പം അതുപോലെ തന്നെ കടലക്കറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ചായ വെച്ചു, അതൊന്ന് കപ്പിലേക്കൊക്കെ ആറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ടേബിളിൽ കൊണ്ടു വെച്ചു. പിന്നെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവരുടെയും? പെട്ടെന്ന് തന്നെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന പോലെ ഉണ്ടല്ലോ, ദിവസങ്ങൾ പെട്ടെന്ന് പോകുന്ന പോലെ ഉണ്ട്. അതല്ലെങ്കിലും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ. നോമ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോകുന്നതേ അറിയില്ലല്ലോ. പിന്നെ ഇപ്പം ഇങ്ങനെ 1-2 മഴയൊക്കെ നമുക്ക് കിട്ടി. അതുകൊണ്ട് വലിയൊരു ചൂടിൻ്റേതായിട്ടുള്ള ഒരു വിഷമവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നില്ല. എന്നാലും മഴ നല്ല രീതിയിൽ പെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ചൂടൊക്കെ മാറി തണുപ്പിലേക്ക് ആവുള്ളൂ. ഇത് പക്ഷേ 2 മഴ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ എന്തായാലും ഉമ്മച്ചി പാത്രത്തിലേക്ക് ഇടിയപ്പമൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും മറ്റുമ്മച്ചി എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മറ്റുമ്മച്ചിക്ക് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് എടുത്തു കൊടുത്തു. അപ്പോൾ രാവിലെ ഉള്ളത് ഇടത്തരം കഴിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് രാവിലത്തെ ടാബ്ലറ്റൊക്കെ കഴിക്കും. പിന്നെ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് രാത്രിയിലത്തേക്കുള്ളതും കഴിക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് അങ്ങനെ 1-2 അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒരുപാടൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചത് റൂമിലേക്ക് വന്നതാണ്. പിള്ളേർ നല്ല ഉറക്കമാണ്. പിന്നെ ഇപ്പോൾ നെയ്യത്തൊക്കെ ചൊല്ലി കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. അപ്പോഴേക്കും ബാഗ് വിളിക്കാനാവും. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് രാവിലെ എഴുന്നേറ്റ് അവനെ വിടാനുള്ളതുകൊണ്ട് എണീക്കണമല്ലോ. അപ്പം അവന് കൊടുത്തു വിടുന്നത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടിയപ്പം അതുപോലെ തന്നെ കടലക്കറിയാണ് കൊടുത്തു വിടുന്നത്. അതിൻ്റെ കൂടെ ഒരു പീസ് ചിക്കനും കൂടെ ഫ്രൈ ചെയ്ത് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അവന് ചിക്കനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. മീനൊന്നും കഴിക്കുകയില്ല, തീരെ കഴിക്കലില്ല കേട്ടോ. മീൻ തൊടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയാണ്. അതിൻ്റെ മണം സ്മെല്ലടിക്കുമ്പോൾ തന്നെ ആളുടെ പാട്ടിന് പോകും വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ആപ്പിളായിരുന്നു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് തീരെ കഴിച്ചില്ല, ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഈ തണ്ണിമത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. നിധിക്കും അതെ അഫിക്കും അതെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തങ്ങയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പിന്നെ അവൻ്റെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് എല്ലാം ബാഗിലാക്കി എടുത്തു വെച്ച് യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് അവനെ ഒന്ന് ഫ്രഷാക്കി ചെറിയ രീതിയിലൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് അവനൊന്ന് റെഡിയാക്കി വിട്ടു കേട്ടോ. ഉമ്മച്ചിക്ക് ഇന്ന് 1-2 സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് 1-2 കടയുണ്ട്, ചെറിയ കട. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ അവനെ കൊണ്ടുവിടാൻ പോയത് ഉമ്മച്ചിയാണ്. നിധിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ആ ബാഗ് അവിടെ വെച്ചിട്ട് അതിൽ ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കുരുത്തക്കേടൊക്കെ ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അഫി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അയ്യേ, നിധിനെ കൊണ്ടുപോയില്ല. നിധിയുടെ പേരനാ ധനീൻ. അപ്പം നിധി ആരാ? നിധിയാണോ? നീയാണോ നിധി? പിന്നെ ധനീൻ ആരാ? ധനീൻ ഹയാത്ത് ആരാ? നീയാ? നല്ല കൊച്ച ഏതാ? ധനീനാണോ നല്ല കൊച്ച? എൻ്റെ പൊന്നെ, ഒരു പാട്ട് പഠിക്കേ. ഒരു പാട്ട് പഠിക്കേ. ഏതാ കൊച്ചിന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പാട്ട് പഠിക്കേ. കുട്ടുമ്മക്കുട്ടു പഠിക്കേ. കുട്ടുമ്മക്കുട്ടുൻ്റെ സ്റ്റെപ്പ് ഏതാ?
കുട്ടുമ്മക്കുട്ടുൻ്റെ സ്റ്റെപ്പ് കാണിച്ചേ. ആ കുട്ടുമ്മക്കുട്ടു. ആ സ്റ്റെപ്പ് കാണിച്ചേ. കാണിക്കുക. അയ്യേ നിധിക്ക് അറിയില്ല. ഇങ്ങനെ കാണിക്കുക, 2 കൈ കൊണ്ടും കാണിക്കുക. ആ കുട്ടുമ്മക്കുട്ടുൻ്റെ സ്റ്റെപ്പ് പാടാം. ആ കുട്ടുമ്മക്കുട്ടു. ആ കാണിക്കുക നിധി കാണിച്ചേ. കുട്ടുമ്മക്കുട്ടു കാണിച്ചേ. പിന്നെ ഭയങ്കര കേട്ടോ, കാണിക്കുന്നില്ല. ഹായ് പറ. സുഖല്ലേ ചോദിക്ക. ഇതാരാ ഇത് ഉമ്മയാ? ഇതാരാ? നീയാ? രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കറക്റ്റ് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതെല്ലാം ഒന്ന് എടുത്ത് വിരിച്ചിട്ടു. പിന്നെ ഇപ്പം വലിയ വെയിലൊന്നുമില്ല, മൂടി കെട്ടി കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല വെയിലായിക്കോളും അവിടെ. അപ്പോൾ അതൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഫുള്ള് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടു. അതിനുശേഷം ഉമ്മച്ചിത് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പുറത്തിത്തട വീട്ടിലേക്ക്. എന്താണെന്ന് വെച്ചാൽ അവർ നൈറ്റ് തുണി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു നമുക്ക് ആദ്യം പോയി നോക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും എടുത്തു കഴിയുമ്പോഴേക്കും തിരിവാകുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട കളറോ അല്ലെങ്കിൽ ഡിസൈനോ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മച്ചി ആദ്യം മുതൽ ഇത് ഈ ഒരു നൈറ്റി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഷാളോട് കൂടിയുള്ളതാണ്. ഷാളോട് കൂടിയുള്ളതും അല്ലാത്തതും ഉണ്ട്. അപ്പം ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കളറൊക്കെ. അങ്ങനെ അതെടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു കരിനീല കളർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും രണ്ടും ഉമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് മറ്റുമ്മച്ചിക്ക് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി കളറൊക്കെ ആയിട്ട് തോന്നി. പക്ഷേ മറ്റുമ്മച്ചിക്ക് ഓൾറെഡി ഈ കരിനീല കളറുള്ള ഒരു നൈറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റുമ്മച്ചിനോട് കാണിക്കുമ്പോഴത്തേക്ക് അത് ഇഷ്ടാവുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അത് 3 ആദ്യം എടുത്തു വെച്ചു. പിന്നെ ഒരു ഷോളില്ലാത്തത് നമ്മൾ തിരിച്ചു വെച്ചു. അങ്ങനെ മറ്റുമ്മച്ചിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ തന്നെ മറ്റുമ്മച്ചി പറഞ്ഞു ഇതെനിക്കുള്ള കളറാണല്ലോ എന്ന്, ഇനിയിപ്പോൾ അത് മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഉമ്മച്ചി പറയണത് ഞാനത് എടുത്തോളാം, കാരണം ഉമ്മച്ചിക്കും ആ കളറില്ല, അതായത് കരുനീല കളർ ഉമ്മച്ചിക്കില്ല. അപ്പോൾ ഉമ്മച്ചി അത് 2 എടുത്തോളാം, മറ്റുമ്മച്ചിക്ക് വേറെ നമുക്ക് എടുത്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടോ. അപ്പോൾ ഇത് നിധിക്കുട്ടിയുടെ ഒരു വരവ് കണ്ടോ, തിരിഞ്ഞു പോയി. ഇതാരായി വരുന്നേ? പോയി. അങ്ങനെ ഈ വീട്ടിലെ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിട്ടോ. നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്, അതായത് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് അവിടെ നോമ്പ് തുറയാണ്. അപ്പോൾ അവിടുത്തെ മോള് അവൾ പഠിക്കുകയാണ് എറണാകുളത്ത്. അപ്പോൾ അതുകൊണ്ടിട്ട് അവൾ പോണതിന് മുമ്പ്, അവളുടെ അവധി കഴിഞ്ഞ് പോണതിന് മുമ്പ് ഒരു ദിവസം നോമ്പ് തുറ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്ന് വിളിച്ചതാണ്. അല്ലെങ്കിൽ ഒരു നോമ്പ് ലാസ്റ്റ് ആവാനാവുമ്പോഴാണ് അവിടെ നോമ്പ് തുറ സാധാരണ വെക്കാറ്. ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നേരത്തെ വെക്കുന്ന കേട്ടോ. എന്തായാലും ഞങ്ങളിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അത്തച്ചി ഇപ്പം ഓട്ടോ വിളിച്ചുകൊണ്ട് വരും. നിധിക്കുട്ടിയൊക്കെ ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണേ. എങ്ങോട്ടാ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാ? ഞങ്ങൾ പോവുകയാണ് ഗൈസ്. പോവാന്ന് പറ. എങ്ങോട്ടാ? അമ്മായിയുടെ വീട്ടിൽ പോവാ. എങ്ങനെയാ പോണേ? ഇക്കക്കായോ? ഇക്കക്ക സ്കൂളിൽ പോയില്ലേ? നമ്മളെങ്ങനെ, ഏത് വണ്ടിയിലാ പോണേ? ഏത് വണ്ടിയിലാ പോണേ? അത്തച്ചി ഏത് വണ്ടിയിലാ വരുന്നേ? ഓട്ടോ. പാപ്പയിലല്ലേ നമ്മൾ പോണേ? അമ്മയുടെ വീട്ടിലാ. അമ്മയുടെ വീട്ടിൽ എന്തിനാ പോണേ? അപ്പോൾ അവൾ ഓട്ടോയിലാണ്, ആപ്പയിലാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടുപ്പൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഉടുപ്പൊക്കെ കാണിക്കുന്നതാണ് കാണുന്നത്. പിന്നെ പാട്ടൊന്നും കേൾക്കാനേ പറ്റില്ല. അപ്പം തന്നെ കിടന്ന് ഡാൻസ് കളിക്കുക, എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നത് കാണാം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഡാൻസും പാട്ടൊക്കെ. അത് കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത്തച്ചി ഓട്ടോ വിളിച്ചു വന്നു. പിന്നെ നമ്മൾ അതിൽ കയറിയിട്ട് ഇടമറിങ്ങിന് പോവുക കേട്ടോ. ഇനിയിപ്പം വൈകിട്ട് നോമ്പുറയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുവുള്ളൂ. അത് തന്നെ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറില്ലേ കടയുടെ പ്രൊമോഷൻ ചെയ്യണമെന്ന്. അപ്പോൾ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിങ്ങനെ വെറുതെ ഇരിക്കാട്ടോ. ഇവിടെ വരുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റേഞ്ച് എന്ന് പറയുന്ന സാധനമില്ല. ഒന്നും നടക്കില്ല. അവർ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും
നടക്കില്ല. പിന്നെ ഇവിടെ ഈ ഫ്രണ്ടിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ മാത്രമാണ് കുറച്ച് ഒരു കട്ടയെങ്കിലും കാണുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥിരം പ്ലേസ് ഇവിടെയാണ്. പിന്നെ അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യാൻ ഓർത്തിരിക്കുമായിരുന്നു. പിന്നെ ഭയങ്കര ചൂടും വെയിലും പുകച്ചിലും ഒരു രക്ഷയില്ല. കുട്ടിയും മുച്ച എല്ലാവരും അകത്താട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം. ഞാൻ എല്ലാ ദിവസവും ഇടയത്താഴത്തിൻ്റെ വീഡിയോ രാവിലെ ഒരു 9-10 മണിക്കുള്ളിൽ, അതുപോലെ തന്നെ നോമ്പുതുറയുടേത് രാത്രി ഒരു 9:30-10 മണിക്കുള്ളിലൊക്കെയാണ് സാധാരണ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ ആക്ച്വലി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തുകൊണ്ട് വന്നു. എനിക്ക് പക്ഷേ വീട്ടിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് എന്ത് ചെയ്താലാവുന്നില്ല കേട്ടോ. എയർടെലിൻ്റെ സിം ആയതുകൊണ്ട് തീരെ റേഞ്ചില്ല, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടാക്കാന്നല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മായി ഇതേ ബീഫ് കറിയൊക്കെ വെക്കുകയാണ്. പിന്നെ നിധിക്കുട്ടിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി സെറ്റായിട്ട് കൂട്ടായിക്കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോമ്പുതുറയ്ക്ക് ബീഫ് കറിയും അതുപോലെ തന്നെ പത്തിരി, ബീഫ് കറി നമ്മൾ വീട്ടിലുണ്ടാക്കി, പത്തിരി ഇടിയപ്പം പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മാമ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ ഒരു 2:30 ആയ സമയത്ത് നിധിക്കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്നതാണ്. ഞാനും അവളുടെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അഫീനെ വിളിച്ചുകൊണ്ട് വന്നതൊക്കെ ഉമ്മച്ചിയാണ്. അഫി വന്നതൊന്നും ഞാൻ അറിഞ്ഞത് കൂടിയില്ല കേട്ടോ. സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. വെള്ളം കലക്കുന്നതിൻ്റെ, പിന്നെ സ്നാക്സും ഫ്രൂട്ട്സും അതും ഇതെല്ലാം എടുത്ത് വെക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അഫീന് നമ്മളിന്ന് ഇവിടെ നിന്നാണ് കേട്ടോ വിളിച്ചത്. അവനൊരു 3:30 കഴിഞ്ഞപ്പോഴേക്കും എത്തി. പക്ഷേ എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാനിവിടെ അടി കൊണ്ടുപോലെ കിടപ്പായിരുന്നു. കാരണം എന്താ പറയുക, തളർന്ന് വീണ് പോകുന്ന പോലെ ആയിപ്പോയി. ഇപ്പം എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ട് വന്നിരിക്കുന്നതാണ്. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്ഷീണമായിപ്പോയി. ഭയങ്കര ചൂടും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്കിനി കിച്ചണിലേക്ക് പോയി നോക്കാം. ആയപ്പോഴേക്കും പുറത്ത് കിടന്ന് ടേബിളൊക്കെ അകത്തേക്ക് എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ പാകത്തിന്. പിന്നെ ബാങ്ക് വിളിച്ചപ്പോഴത്തേക്കും നോമ്പ് തുറന്നു. പിന്നെ ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ടാണ് അവിടെ നിന്ന് നോമ്പ് തുറച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആദ്യം ഫുഡ് കൊടുത്തു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പിന്നെ ഈ നോമ്പുതുറ പരിപാടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തത് നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ ഇത് തന്നെയാണ്. അതായത് ഒത്തിരി ഫ്രൂട്ട്സ്, ഒത്തിരി സ്നാക്സ്, പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നോർമൽ നമ്മളിപ്പം എൻ്റെ വീട്ടിൽ നോമ്പുറയൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും. അല്ലാതെ വലിയ സംഭവം എന്നൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിച്ച് മാറി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. വർത്താനൊക്കെ പറഞ്ഞ് ആടി തൂങ്ങിയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റത്. പിന്നെ ഇനിയിപ്പം പോകാനുള്ളൊരു സമയമായി. അപ്പോഴേക്കും 8:30 കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു, നമ്മൾ പോവാട്ടോ. അപ്പോൾ അമ്മായി ആണെങ്കിൽ ഇടയത്താഴത്തിന് കഴിക്കാനുള്ള കറിയും അതുപോലെ തന്നെ പത്തിരിയും ഇടിയപ്പം ഒക്കെ ഇത് പാക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അത്തച്ചിക്കുള്ളതൊക്കെ ഈ കൂടെ ഉണ്ട്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഓട്ടോറിക്ഷ വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സോ ഇന്നത്തേത് ഒരു ചെറിയ നോമ്പുതുറയുടെ വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ബൈ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.